ഹായ് ധൻസിയ. ഹേ റിഷാദ്. യാ അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ ജോബ് ബുക്സ് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ കുറച്ച് ക്ലയൻസിന് ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്തു. സോ എന്തായിരുന്നു അവരത് യൂസ് ചെയ്തിട്ട് അവർക്ക് എക്സൈറ്റഡ് ആയിട്ട് ഫീച്ചേഴ്സ് എന്തായിരുന്നു? വാട്ട് ഇസ് ദ റെസ്പോൺസ്? അവരിത് ഇപ്പം നമ്മളിപ്പം അങ്ങനെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റൂല. നമ്മൾ ഓരോ ക്ലയന്റിനും റിക്വയർമെന്റ് ഡിഫറെന്റ് ആവും. അപ്പൊ നമ്മൾ റിക്വയർമെന്റിനെ ബേസ് ചെയ്തിട്ട് അവർക്ക് എത്രത്തോളം ഫീസിബിൾ ആക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ജനറൽ ആയിട്ട് ഇപ്പൊ നമുക്ക് സോഹോ ബുക്സിന്റെ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അപ്പൊ ആപ്ലിക്കേഷൻ വെച്ചിട്ട് അവർക്ക് ഈസി ആയിട്ട് ഏത് കൺട്രിയിലാണെങ്കിലും എവിടെ നിന്നിട്ട് അസസ് ചെയ്യാൻ പറ്റും. അവർക്ക് അവിടുന്ന് അവരെ ഓപ്പറേറ്റേഴ്സിന് അഗെയിൻസ്റ്റ് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. അതന്നെ ഒരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ ബാക്കി എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ക്ലയന്റിന്റെ റിക്വയർമെന്റിനെ ബേസ് ചെയ്തിട്ട് അതെങ്ങനെയാണ് നമ്മൾ സോഹോയിൽ അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സിന് അവർക്ക് യൂസർ ഫ്രണ്ട്ലി ആക്കിയിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ അവർക്ക് കൺസൾട്ട് ചെയ്ത് കൊടുക്കാറ്. മനസ്സിലായി. എനിക്ക് തോന്നുന്നു നോർമലി ഉള്ള എല്ലാ ബിസിനസിന്റെ ആക്ടിവിറ്റീസും, അതായത് ഇൻവോയ്സ്, അതേപോലെ എക്സ്പെൻസ്, പിന്നെ അതേപോലെ നമുക്ക് പ്രൊജക്ട് മാപ്പ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് ജനറേറ്റ് ആവും. അങ്ങനെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, നോർമൽ ബാങ്കിങ് മോഡ്യൂളും കാര്യങ്ങളൊക്കെ അവർ യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അതിലൊക്കെ അവർ എക്സൈറ്റഡ് ആണ്. പിന്നെ അതിൽ ഉപരി ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ട്രാവൽ ഇൻഡസ്ട്രി വരുമ്പം ചെറിയ കോൺഫിഗറേഷൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ എക്സിസ്റ്റിംഗ് മൊഡ്യൂൾസിനെ അവരുടെ ചില ഫങ്ഷൻസുമായിട്ട് കണക്ട് ചെയ്തിട്ട് ചില പ്രോസസ്സ് നമ്മൾ ബിൽഡ് ചെയ്യും. അവർക്ക് മോർ എഫക്റ്റീവ് ആയിട്ട് ഓപ്പറേഷൻസ് കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവരുടെ ഒരു ടിക്കറ്റിന്റെ കൺസൾട്ടേഷൻസ് ട്രാവൽസോ അല്ലെങ്കിൽ ഹിന്ദിന്റെ ഒക്കെ പോർട്ടലിലാണ് അവർ ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഡെപ്പോസിറ്റ്സ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനും ആ എമൗണ്ടിനെ ട്രാക്ക് ചെയ്യാനൊക്കെ പറ്റില്ല. അതുപോലെ വേറെ ഏതൊക്കെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ അവരുടെ ഓപ്പറേഷനുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നത്? ഇപ്പം റിഷാദ് പറഞ്ഞ പോലെ നമ്മളെ ഈ ഒരു ഡെപ്പോസിറ്റേഴ്സിന് കൺസോൾട്ടേറ്റേഴ്സിന്റെ കേസിൽ എങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ ആക്ച്വലി അവർക്ക് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഒന്നെങ്കിൽ നമുക്ക് വെണ്ടർ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അഡ്വാൻസ് ജനറേറ്റ് ചെയ്തിട്ട് അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു സെപ്പറേറ്റ് ലെഡ്ജർ ആയിട്ട് നമ്മൾ സോഹോ ബുക്സിൽ അത് പറയുമ്പം അക്കൗണ്ട് എന്ന് പറയും. സെപ്പറേറ്റ് അക്കൗണ്ട് ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. എത്ര ഇന്നായി എത്ര ഔട്ടായി എന്ന് പറഞ്ഞിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പം കസ്റ്റമറിന് ഏതാണോ കൂടുതൽ ഫീസിബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത് നമ്മൾ അതാണ് അവർക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. വേറെ ഏതൊക്കെ ഫീച്ചേഴ്സ് ആണ് ഉള്ളത് അതുപോലെ വരുന്നത്? അതുപോലെ ഇപ്പം ടൂർ പാക്കേജസ്, ടൂറിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പം
ബില്ല് ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് പേയ്മെന്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ക്യാഷ് ആണോ കാർഡാണോ എന്ന് കൊടുത്തിട്ട് പെയ്ഡ് ത്രൂ എന്നുള്ള ഇവിടെ അൽഹി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതായിരുന്നു. അൽഹി എന്ന് പറഞ്ഞ് ചൂസ് ചെയ്ത് നമുക്ക് സേവ് ആസ് പെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ അൽഹിന്ദിനെ നമ്മൾക്ക് എത്ര ഇന്നായി എത്ര ഔട്ടായി എന്നുള്ള കറക്റ്റ് ട്രാക്ക് കിട്ടും. എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് ചില ക്ലയൻസിന് അവർ എന്തെങ്കിലും വിസ ക്യാൻസലേഷൻ വന്നു കഴിഞ്ഞാൽ അവർ റീഫണ്ട് ട്രാക്ക് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന ചില ക്രെഡിറ്റ് നോട്ട്സ് ഉണ്ട്, ഡിസ്കൗണ്ട്സും കാര്യങ്ങളും അതിനെ ട്രാക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. അതെ, അവരെ കമ്മീഷൻ അങ്ങനത്തെ ഒക്കെ നമുക്ക് കറക്റ്റ് ആ ഒരു എന്താ പറയാ ജേർണൽ എൻട്രി പോലെ ഇന്നും ഔട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഫീസിബിൾ ആയിട്ടുള്ളത് സെപ്പറേറ്റ് അക്കൗണ്ട് മാനേജ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് നമുക്ക് മനസ്സിലാവും എത്ര കമ്മീഷൻ വന്നു, അതല്ലാണ്ട് എത്ര ബില്ല് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ. മനസ്സിലായി. ഇതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഓപ്പറേറ്റേഴ്സിന്റെ പെറ്റി എക്സ്പെൻസസും ഇതുപോലെ കാഷിംഗ് മൊഡ്യൂൾ വഴി അതങ്ങനെ തന്നെ ചെയ്യുന്നല്ലേ? അതെ അതെ, അതെന്താന്ന് വെച്ചാല് ഇവരെ കേസിൽ ഇവര് ഇപ്പം ടൂറിനൊക്കെ പോകുന്ന പാക്കേജസ് പോകുന്നവര് ഇവരെ ഓപ്പറേറ്റേഴ്സിന്റെ കയ്യിൽ കുറച്ച് എമൗണ്ട് കൊടുക്കും, എന്നിട്ട് അവരെ എക്സ്പെൻസസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അവർക്ക് അവരെ മൊബൈൽ ആപ്ലിക്കേഷൻ വെച്ചിട്ട് തന്നെ അല്ലെങ്കിൽ നമുക്കും എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇവരെ പേരിൽ ഇതുപോലെ മാനേജ് ചെയ്ത് അക്കൗണ്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ കയ്യിൽ നമ്മൾ എത്ര കൊടുത്തു, ഇനി എത്ര പെൻഡിങ് ഉണ്ട്, അത് ഏതിലൊക്കെ പോയി എന്നുള്ള കറക്റ്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, കറക്റ്റ് ഒരു ട്രാക്ക് കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാനുള്ള നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. മനസ്സിലായി. അപ്പം മറ്റൊരു കേസാണ് ഒരു ഫിക്സഡ് ഡിപ്പാച്ചർ എന്നുള്ള കേസ്. ഫിക്സഡ് ഡിപ്പാച്ചർ ഒരു ടൂർ പാക്കേജ് സെറ്റ് ചെയ്യുന്നു, 20 ടൂർ പാക്കേജ് സെറ്റ് ചെയ്യുന്നു. അതിലോട്ട് 20 ഡിഫറെന്റ് ആൾക്കാർ ഡിഫറെന്റ് കസ്റ്റമേഴ്സിന് ഒരുമിച്ച് ഒരു ടൂർ കൊണ്ടുപോകുന്നു. അപ്പൊ അതിന്റെ ഒരു പ്രോഫിറ്റബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് ഇതെങ്ങനെയാണ് ഓബിക്സിൽ മാനേജ് ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ ഈ കേസിൽ എന്ന് പറയുന്നത് നമ്മളെ ടാലിയിൽ കോസ്റ്റ് സെന്റർ അപ്രോച്ച് ഉള്ള പോലെ നമ്മളെ സോഹോ ബുക്സിൽ റിപ്പോർട്ടിംഗ് ടാഗ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ ഫിക്സഡ് ഡിപ്പാച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു പെർട്ടിക്കുലർ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മണാലി, ആഗ്ര എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് പാക്കേജസ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വരുന്ന എക്സ്പെൻസസിനെയും അതേപോലെ ഇൻകം ബില്ലൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഇതിനെ അസോസിയേറ്റ് ചെയ്ത് ടാഗ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പൊ ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അസോസിയേറ്റ് ടാഗ്സ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്കിപ്പോ ഞാൻ ഡിപ്പാച്ചർ ആഗ്ര, ഡൽഹി എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ചൂസ് ചെയ്തിട്ട് നമുക്ക് ജേർണൽ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതേപോലെ എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഒക്കെ ഇങ്ങനെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റും ടാഗിനെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിപ്പോർട്ട്സിൽ വന്നിട്ട് നമ്മൾ P&L എടുക്കുന്ന ടൈമിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ എടുക്കുന്ന ടൈമിൽ നമുക്ക് ഇവിടെ ഫിൽട്ടർ വെച്ചിട്ട് റൺ ചെയ്യാൻ പറ്റും. ഈ ഒരു ഫിൽറ്ററിനെ നമുക്ക് ഏത് ടാഗ് ആണോ എന്നുള്ളത്, ഇപ്പം ആഗ്ര ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഗ്ര വെച്ചിട്ട് റിപ്പോർട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പെർട്ടിക്കുലർ എക്സ്പെൻസസ് ഏതൊക്കെയാണ് അതേപോലെ ഇൻകം ഏതാണെന്ന് നമ്മളെ കമ്പനീന്റെ കംപ്ലീറ്റ് ആയതല്ലാണ്ട് ഈ ഒരു പെർട്ടിക്കുലർ പാക്കേജിന്റെ മാത്രം ഇവിടെ അവൈലബിൾ ആക്കിയിട്ട് നമുക്ക് ലിസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു കോർപ്പറേറ്റ് ടൂർ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഒരു കസ്റ്റമർക്കുള്ള ഒരു കസ്റ്റമൈസ്ഡ് ടൂർ, ചില കസ്റ്റമൈസ്ഡ് ടൂർ ഉണ്ടാവില്ല, അത് എങ്ങനെയാണ് ഇതിൽ ഹാൻഡിൽ ചെയ്യുന്നത്? സിംഗിൾ അത് റിപ്പോർട്ടിംഗ് ടാഗ് അല്ല. ഇപ്പൊ നമുക്ക് മൾട്ടിപ്പിൾ കസ്റ്റമേഴ്സ് ഓരോ പാക്കേജസിൽ വരികയാണെങ്കിലാണ് ഞാൻ പറഞ്ഞ ഈ ടാഗ് ഓപ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി അതല്ല, ഒരു പെർട്ടിക്കുലർ പ്രൊജക്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൂർ ഒരു പെർട്ടിക്കുലർ കസ്റ്റമറിനാണ് നിങ്ങൾ പറഞ്ഞ പോലെ കസ്റ്റം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഇവിടെ ടൈം ട്രാക്കിങ്ങിന്റെ അണ്ടറിൽ പ്രൊജക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇങ്ങനെ പ്രൊജക്റ്റിൽ ഓരോ കസ്റ്റമറിനെ മാപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ മണാലി ടൂർ എന്ന് പറഞ്ഞിട്ട് ഒരു കസ്റ്റമറിനെ മാപ്പ് ചെയ്തിട്ടുണ്ട്. ഈ കസ്റ്റമറിന് എത്രയാണോ ഫിക്സഡ് കോസ്റ്റ് എന്നുള്ളതൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചാലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ ഇനി ഇതിന് അഗെയിൻസ്റ്റ് വരുന്ന എക്സ്പെൻസസിനെ നമുക്ക് എന്ത് ചെയ്യാം, മാപ്പ് ചെയ്യാൻ പറ്റും. നേരത്തെ നമ്മൾ ടാഗ് ചെയ്തില്ലേ, അതേപോലെ തന്നെ ഈ കസ്റ്റമറിനെ വെച്ചിട്ട് എക്സ്പെൻസ് മാപ്പ് ചെയ്യാം. അതേപോലെ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇൻവോയ്സിന് അഗെയിൻസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രൊജക്ട് മാപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. പെർട്ടിക്കുലർ കസ്റ്റമറിനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമറിന് അഗെയിൻസ്റ്റ് നമുക്ക് ഇങ്ങനെ പ്രൊജക്ട് ഏതാന്നുള്ളത് ചൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ഒരു ബില്ലും അതേപോലെ ഇൻവോയ്സും എക്സ്പെൻസസും ഒക്കെ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വന്നു കഴിഞ്ഞാൽ
ഫിൽട്ടർ ഇട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ പ്രൊജക്റ്റില് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ മണാലി ടൂർ എന്നുള്ള പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ആ പ്രൊജക്റ്റിൽ എത്ര ഇൻവോയ്സ് ആണ് ജനറേറ്റ് ചെയ്തത്, അതേപോലെ എത്ര എക്സ്പെൻസ് ആണ്, അതിന്റെ പ്രോഫിറ്റബിലിറ്റി എത്രയാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അത് കറക്റ്റ് കാണാൻ പറ്റും ഈ ഒരു പെർട്ടിക്കുലർ ടൂറിന്റെ മാത്രം പ്രോഫിറ്റബിലിറ്റി. മനസ്സിലായി. ഓക്കെ. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ അവരുടെ പർച്ചേസ് എക്സ്പെൻസ് എൻ്റർ ചെയ്യുക, അതുപോലെ തന്നെ എൻ്റർ ചെയ്യുക, ഇൻവോയ്സ് എൻ്റർ ചെയ്തിട്ട് ഇവരുടെ പിന്നെ അതേപോലെ റിഷാദ് ഇവരിതിലൊരു നമ്മൾ കണ്ടുവരുന്ന എങ്ങനെയാന്ന് വെച്ചാല് ഇപ്പൊ നമുക്ക് അതായത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അൽഹിന്ദിന്റെ കേസിൽ പറയുകയാണെങ്കിൽ അവരൊരു പെർട്ടിക്കുലർ ഇപ്പം നമ്മൾ ടിക്കറ്റ് എടുക്കുന്നതാണെങ്കിൽ അവരിൽ നിന്ന് നമുക്കൊരു കോസ്റ്റ് വരുന്നുണ്ട്. അതിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമറിന് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ബില്ലിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അത് ചെയ്യുന്ന നമ്മളൊരു ബില്ല് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ബില്ലിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് കസ്റ്റമറിനെ മാപ്പ് ചെയ്തിട്ട് കസ്റ്റമറിനെ ബില്ലബിൾ ആക്കിക്കൊണ്ട് അത് ഇൻവോയ്സ് ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതും ഇവർക്കൊരു പ്ലസ് പോയിന്റ്. അതാവുമ്പോ ഇവർക്ക് അൽഹിന്ദ് എന്ന് പറഞ്ഞപ്പോ നമ്മൾ നേരത്തെ അൽഹിന്ദിനെ വെൻഡർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ ആ ഒരു എമൗണ്ട് അതൊന്ന് കുറയും ചെയ്യും. നമുക്ക് കറക്റ്റ് ആ ഒരു സെയിം പാക്കേജ് കസ്റ്റമറിനെ മാപ്പ് ചെയ്തിട്ട് കസ്റ്റമറിന് ഇൻവോയ്സ് ചെയ്യാനും പറ്റും. ഡയറക്റ്റിന് എക്സ്പെൻസിന് അവിടെ റവന്യൂ ഇൻവോയ്സിലോട്ട് ഡയറക്റ്റ് അതെ, ഡയറക്റ്റ് അത് എത്രയാണെന്നുള്ള നമുക്ക് ബില്ലബിൾ കൊടുത്തിട്ട് എത്രയാണ് മാർക്കപ്പ് എന്നുള്ള പെർസെന്റേജ് കൊടുത്ത് അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. എമൗണ്ട് കൊടുക്കാൻ പറ്റും. അതെ പെർസെന്റേജ് എമൗണ്ടും കൊടുക്കാം. ഇനി ഇൻവോയ്സ് പോയിട്ട് നമുക്ക് ആ എമൗണ്ട് എഡിറ്റ് ചെയ്തിട്ട് ഇപ്പൊ പെർട്ടിക്കുലർ എക്സ്ട്രാ എമൗണ്ട് നമുക്ക് എന്തെങ്കിലും അതിന്റെ കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ട്രാവൽ ഇൻഡസ്ട്രിക്ക് സോഹോ ബുക്സ് വളരെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വളരെ സ്മോൾ ഇൻഡസ്ട്രി, സ്മോൾ ട്രാവൽ ഇതാണെങ്കിൽ വളരെ ഈസി ആയിട്ടല്ലേ, വളരെ ഈസി, ഭയങ്കര സിമ്പിൾ ആയിട്ട്. ഇതിന് മെയിൻ ആയിട്ട് നമ്മൾ അക്കൗണ്ട്സ് ബേസ് വേണമെന്നോ അല്ലെങ്കിൽ ഡെബിറ്റ് ക്രെഡിറ്റ് എന്നുള്ള കൺഫ്യൂഷൻ ഒന്നും വരാനില്ല. നമ്മളൊരു ബില്ലും ഇൻവോയ്സ് എങ്ങനെയാ ജനറേറ്റ് ചെയ്യുന്നത് അതുപോലെ നമുക്ക് സിമ്പിൾ ആയിട്ട് ജനറേറ്റ് ചെയ്തിട്ട് പ്രോഫിറ്റബിലിറ്റി. അതും പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ചാൽ നമുക്ക് ഏത് സ്ഥലത്ത് നിന്നിട്ടോ, ഇപ്പൊ മേ ബി നമ്മള് ട്രാവൽ ഏജൻസി വരുന്ന ദുബായിലാവാം, നമ്മൾ നാട്ടിൽ വരുന്ന ടൈമിലാണെങ്കിൽ നമുക്ക് ഈസിലി അസസ് ചെയ്യാൻ പറ്റും ഓരോ ടൂർ പാക്കേജിന്റെ മുകളിലും എത്രയാണ് വരുന്നത് എന്നും അതിലെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അല്ലെങ്കിൽ എക്സ്പെൻസ് കൂടിയിട്ടുണ്ടോ എന്ന് വരെ നമുക്ക് ഈസിലി അസസ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആണ്. സോ ഇറ്റ്സ് വെരി നൈസ്. എന്തായാലും നമ്മുടെ വ്യൂവേഴ്സിന് തോന്നുന്നു മനസ്സിലാവും ട്രാവൽ ഏജൻസി ഇത് കണ്ടു കഴിഞ്ഞാൽ എത്രമാത്രം എഫക്റ്റീവ് ആണെന്ന് മനസ്സിലാവും. എനിവേ സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഷുവർ. ശരി, താങ്ക് യു. താങ്ക് യു റിഷാദ്.